നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിന്റെ സമാപന വേദിയിൽ പ്രതിപക്ഷത്തിനും കേന്ദ്ര സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചവരെ ജനങ്ങൾ ചിരിച്ചുകൊണ്ട് നേരിട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഞങ്ങൾ സംയമനം പാലിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അടിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തോട് കേന്ദ്രത്തിന് ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ്. ഇതിനെതിരെ യോജിച്ചു നീങ്ങാൻ മന്ത്രിസഭ ആവശ്യപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് അത് നിരസിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചില സ്ഥലത്ത് നൂറുകണക്കിന് ആളുകളാണ്, അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ കരിങ്കൊടി ഇങ്ങനെ കാണിക്കും. അപ്പോൾ ആ കൂടി നിന്നവർ ഞങ്ങളെ നേരെ കൈവീശനൊക്കെ ഉണ്ട്, ഇത് തിരിച്ചുകൊണ്ട് നോക്കുകയാണ്. സംയമനം, നല്ല സംയമനം. അപ്പോൾ ഞങ്ങൾ സംയമനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലം ഉണ്ടായിട്ടുണ്ട്? നമ്മുടെ സംസ്ഥാനത്തിന് 7 വർഷം കൊണ്ട് 1,07,500 കോടിയിൽ പരം രൂപ കിട്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള തടസ്സമായിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസിനും UDF-നും പറ്റുന്നില്ല. അതേസമയം നവകേരള യാത്രയുടെ സമാപന വേദിക്ക് സമീപം പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തിയ പ്രതിഷേധത്തിനൊടുവിലായിരുന്നു അറസ്റ്റ്. പ്രതിഷേധക്കാരെ ഭയന്ന് മുഖ്യമന്ത്രി റൂട്ട് മാറ്റിയെന്ന് അതിനിടെ ആരോപണവും ഉയർന്നു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ നവകേരള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിഷേധം കുറെ കൂടി ശക്തമാക്കിയിരുന്നു കോൺഗ്രസ്. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും അത് അങ്ങേയറ്റം വലിയ പ്രതിഷേധമായി. കഴിഞ്ഞ 3 ദിവസങ്ങൾ തുടർച്ചയായി തിരുവനന്തപുരം ഏതാണ്ട് ഒരു യുദ്ധക്കളമായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലായിരുന്നു പ്രതിഷേധം. സമാപന ദിവസവും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. എന്തായിരുന്നു വട്ടിയൂർക്കാവിലെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി കൂടുതൽ ശ്രദ്ധിച്ചത്? കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പ്രചാരണം എന്ന നിലയ്ക്കാണ് തുടങ്ങിയതെങ്കിലും ഒടുവിലെത്തിയപ്പോഴേക്കും അത് കേരളത്തിൽ പ്രതിപക്ഷത്തിനെ നേരിടുന്നു എന്ന നിലയിലേക്ക് മാറിയെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള യാത്ര തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സമാപിക്കുമ്പോൾ സമാനതകളില്ലാത്ത പ്രതിഷേധം, ഒപ്പം ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇതിനാണ് കേരളം വേദിയായത്. പ്രധാനമായും കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആഞ്ഞടിച്ചുകൊണ്ടുള്ള വിമർശനമാണ് എല്ലാ വേദികളിലും മുഖ്യമന്ത്രി നടത്തിയത്. കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും ആ യാത്ര തലസ്ഥാന നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ആ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ തീവ്രത ഏറിയത്. യുവജന സംഘടനകളുടെ പ്രതിഷേധമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായതെങ്കിൽ പിന്നീട് മുതിർന്ന നേതാക്കളടക്കം രംഗത്തിറങ്ങി തെരുവിലിറങ്ങിയുള്ള ഒരു പ്രതിഷേധത്തിലേക്കും ഏറ്റുമുട്ടലിലേക്കും അത് കലാശിച്ചു. ഇന്നും തിരുവനന്തപുരം നഗരം അതിന് തന്നെയാണ് വേദിയായത്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രംഗത്തിറങ്ങിയാണ് സർക്കാരിനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയത്. എന്നാൽ ആ പ്രതിഷേധങ്ങളെ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ടു എന്നുള്ള ആരോപണമാണ് പ്രധാനമായും പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. മനഃപൂർവ്വം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ പ്രതിപക്ഷ നേതാക്കളെ അടക്കം ആക്രമിക്കാനുള്ള ഒരു നില അല്ലെങ്കിൽ അത്തരത്തിലൊരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന ഗുരുതരമായ ആരോപണങ്ങളും കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം ഈ നവകേരള സദസ്സ് വേദികളിലടക്കം പ്രതിപക്ഷ നേതാവിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളും ഒപ്പം വാർത്താ സമ്മേളനങ്ങളും അരങ്ങേറിയത്. ഓരോ ആളുകളെയും കലാപാഹ്വാനം നടത്തി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തിരിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവിനെതിരെയും കോൺഗ്രസിനെതിരെയും മുഖ്യമന്ത്രി നടത്തിയത്. മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരിനൊപ്പമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നിൽക്കുന്നത്. വലിയ തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നിലവിൽ കേരളം നേരിടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്ന് സംസ്ഥാനത്തിന് എതിരായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്നതാണ് പ്രധാനമായും മുഖ്യമന്ത്രി അടക്കം വിമർശിച്ചത്. ഇന്നും നവകേരള സദസ്സ് വേദികളിലടക്കം കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും
കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി വിമർശനം നടത്തിയിരുന്നു. മാത്രമല്ല വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ഇന്നും തലസ്ഥാന നഗരി വേദിയായി. നവകേരള സദസ്സ് സമാപിച്ചത് വട്ടിയൂർക്കാവിലായിരുന്നു. ഈ വട്ടിയൂർക്കാവിൽ ഈ നവകേരള സദസ്സ് വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ തന്നെ ഈ വേദിക്ക് സമീപം BJP നേതാക്കൾ ഒപ്പം പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അപ്രതീക്ഷിതമായിരുന്നു ഈ വേദിയുടെ സമീപത്തേക്ക് പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. വലിയ തരത്തിൽ ഒരു പ്രതിഷേധം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടായി. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ഈ നവകേരള സദസ്സ് ഇവിടെ സമാപിക്കുമ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. അത് കൂടുതൽ രൂക്ഷമാകും. വലിയ ഏറ്റുമുട്ടലുകളിലേക്ക്. ശരി പ്രതീക്ഷ, എന്തായാലും ഇതിന്റെ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. യാത്ര കഴിയുമ്പോഴും ഒരു ഭാഗത്ത് വിവാദം അത് ശക്തമായി തന്നെ തുടരുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ അടുത്ത ഘട്ടം എന്താണ് എന്നും അറിയേണ്ടതുണ്ട്. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്.